അത് ശരി. ഇപ്പൊ പണിയൊക്കെ ഒറ്റയ്ക്കാണോ എടുക്കുന്നത്? ആ, വന്ന് വന്ന് ഞാൻ ഒറ്റയ്ക്കായി. ഒരാളെ സഹായത്തിനുണ്ട്. തിരക്ക് കുറഞ്ഞപ്പോ വീട്ടിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് അവളങ്ങ് പോയി. ഇനി അത്യാവശ്യം അവളുടെ വീട്ടിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് വരും. ആ, നീ ഇരിക്കടാ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട. അത് ഞാനൊരു കാര്യം പറയാനായിട്ടാ വന്നേ. നീ ഇരിക്ക, ഇരുന്ന് സംസാരിക്കാലോ. എന്താടാ, എന്താ പ്രശ്നം? അത് പിന്നെ അതിപ്പോ എങ്ങനെ ഒന്ന് പറഞ്ഞു തുടങ്ങാ? നിന്റെ വരവ് ഇരിപ്പും ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി. എന്താടാ, വല്ല കല്യാണ കാര്യമാണോ? കണ്ടില്ലേ, സസ്പെൻസ് അങ്ങ് പൊളിച്ചു. എടാ, വിവാഹപ്രായമായ ആൺകുട്ടികള് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ വെപ്രാളപ്പെടുമ്പോഴേ ഒരു സംശയവും വേണ്ട, കല്യാണക്കാര്യം തന്നെയാ. ഏതാ പെണ്ണ്? നമ്മുടെ കൂട്ടരാ? അതന്നെ വിഷയം. ആ, അന്ന് ഞാൻ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയില്ലേ, അതന്നെ ആള്, നൂർജഹാൻ. എടാ അനൂപേ, ഞാൻ മനസ്സിലാവില്ല. അമ്മയോട്ട് സമ്മതിക്കേയില്ല. എനിക്ക് ശാരദാമ്മയുടെ സമ്മതം മതി. നിന്റെ അമ്മ സമ്മതിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ. അവളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് വലിയ വലിയ ചിന്തകളാ. ശാരദാമ്മയും മക്കളും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെന്ന് അറിഞ്ഞപ്പോ പുള്ളിക്കാരന് സ്വർഗം ലഭിച്ച സന്തോഷം. വേണ്ടത് എന്താന്ന് വെച്ചാ കൊടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു ഗോപാലേട്ടൻ. ഭൂമി ഞങ്ങൾ എടുത്തോളാം ശാരദാമ്മേ. അച്ഛനെ അറിയിക്കണ്ടേ? എവിടെയാണെന്ന് വെച്ചാ പറയാ. ശാരദാമ്മയ്ക്ക് അറിയാന്നുള്ളതല്ലേ കാര്യങ്ങള്. മക്കളെ നോക്കണമെന്നോ അവരുടെ കാര്യങ്ങള് ശ്രദ്ധയോടെ നടത്തണമെന്നോ അച്ഛൻ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് ജീവിക്കും. നാട് ചുറ്റുന്നു, അമ്പലങ്ങളോളം കയറി ഇറങ്ങുന്നു, എല്ലാം അച്ഛന് വേണ്ടി മാത്രം. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്ഥാനം നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അച്ഛന്റെ കടമകൾ അച്ഛൻ മറക്കുന്ന ആളായിരിക്കാം, പക്ഷെ നീ നിന്റെ കടമ മറക്കരുത്. അച്ഛനെ ഞാൻ ന്യായീകരിക്കുകയല്ല,